ഡെവിൾസ് ലവ്, രചന നന്ദന, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നീ എന്തൊക്കെയാ രാജി പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് വ്യക്തമായി പറയുന്നേ. രാജശേഖരൻ അവളോടായി പറഞ്ഞു. അവൾ ഇരു കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പതിയെ നിലത്തുനിന്ന് എഴുന്നേറ്റ് ശേഷം നടന്നീന്ന് തനുവിന്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന രേവതിയുടെ മുമ്പിലായി നിന്നു. രേവു. അവളുടെ ഇരു കൈകളും തന്റെ കൈകൾക്കുള്ളിലേക്കായിക്കൊണ്ട് രാജേശ്വരി പതിയെ അവളെ വിളിച്ചതും രേവതി അവളെ തന്നെ നോക്കി നിന്നു. രേവു, ഈ കുടുംബം നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിന്റെ ജീവിതം നശിപ്പിച്ചു, നിന്റെ സന്തോഷം ഇല്ലാതാക്കി. 22 വർഷങ്ങൾ നിനക്ക് ഉരുകി ജീവിക്കാനുള്ള മരണവേദന സമ്മാനിച്ചു. നിന്റെ കുഞ്ഞിനെ പോലും. ബാക്കി പറയാൻ കഴിയാതെ ആളുടെ വാക്കുകൾ ഇടറിപ്പോയി. രാജി. പെട്ടെന്ന് രാജശേഖരൻ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ രേവതിയുടെ അടുത്തും പിടിച്ചു വലിച്ചു മാറ്റി നിർത്തി. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നെന്ന് അറിയോ രാജി? നിനക്ക് നമ്മളിവിടെ ചതിച്ചുന്നോ? നമ്മളല്ല, ഇവളാ നമ്മളെ ചതിച്ചത്, നമ്മുടെ കുടുംബം ഇല്ലാണ്ടാക്കിയത്. ഒടുവിൽ നമ്മുടെ സൂര്യന്റെ കുഞ്ഞിനെ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നിന്ന് സംസാരിക്കുന്നുണ്ടില്ലേ? ഇവളൊക്കെ പച്ചക്ക് കത്തിക്കാ വേണ്ടത്. രാജശേഖരൻ രേവതിയെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. അറിയാത്തന്നെ രേവതിയുടെ തല ഉരിഞ്ഞു പോയി. അങ്ങനെ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാനാണെങ്കിൽ ആദ്യം മരിച്ചു മണ്ണടിഞ്ഞ് നമ്മുടെ അച്ഛനെ പോയി ശിക്ഷിക്ക്. കൂടെ സൂര്യമംഗലത്തെ നാരായണവർമ്മയായി. കാരണം നമ്മൾ ഇരു കുടുംബങ്ങളും നശിക്കാൻ കാരണം അവർ രണ്ടുപേരും മാത്രമാണ്. അവരാ യഥാർത്ഥ കുറ്റവാളികള്. പെട്ടെന്ന് രാജേശ്വരിയുടെ ഉറച്ച വാക്കുകൾ ആ വീടിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അവിടെ ആകെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. അവരുടെ ആ വാക്കുകൾ അവിടുന്ന് ഓരോരുത്തരുടെയും ഹൃദയത്തെ കീറിമുറിക്കാൻ കെൽപ്പുള്ളവയായിരുന്നു. ഒരു നിമിഷം ആർക്കും പരസ്പരം ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. ശബ്ദം പോലും താഴ്ന്നു പോയതുപോലെ അവർ നിന്നുപോയി. രേവതി എന്തു പറയണമെന്നറിയാതെ തനുവിന്റെ കൈയും പിടിച്ച് നിന്നു. വാതിൽക്കൽ നിന്ന സൂര്യനാരായണൻ ചുമലിൽ ചാരി നിന്നുപോയി. ഒരിക്കൽ അറിഞ്ഞ സത്യങ്ങൾ വീണ്ടും തന്റെ കാതിന് തുളച്ചേറാൻ പോകുന്നു എന്ന ഓർമ്മ അയാളുടെ കണ്ണുകൾ ഈറനാക്കി. എന്താ നീ പറഞ്ഞേ രാജി? നീ ആരെക്കുറിച്ചായി പറയുന്നെന്നറിയോ? ഒരു നിമിഷം നിറഞ്ഞുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ശ്രീദേവി അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. സ്വന്തം അച്ഛനെ പറ്റി അവൾ അങ്ങനെ പറഞ്ഞത് ഒരു മകളെന്ന നിലയിൽ ശ്രീദേവിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എടുത്തി. കൺമുമ്പിൽ ഞാൻ കണ്ട സത്യത്തെക്കാൾ വലുതല്ല മറ്റൊന്നും. ആൾ പുച്ഛത്തോടെ പറഞ്ഞു. ശ്രീദേവി അവളെ ഞെട്ടിലോടെ നോക്കി നിന്നു. നീ എന്തറിഞ്ഞു എന്നാ രാജി? നമ്മുടെ അച്ഛനും അമ്മാവനും ചേർന്ന് എന്തു ദ്രോവളോട് ചെയ്തെന്ന് രേവതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജശേഖരൻ രാജേശ്വരിയോടായി ചോദിച്ചു. പല സത്യങ്ങളുടെയും ചുരുളഴിക്കാനെന്ന വണ്ണം അവളൊന്ന് മന്ദസിച്ചു. ശേഷം പതിയെ പറഞ്ഞു തുടങ്ങി. 22 വർഷങ്ങൾക്ക് മുമ്പ് അവൾ അറിഞ്ഞ ചതിയുടെ പിന്നിലെ സത്യങ്ങൾ. അന്ന് സൂര്യന്റെ പേരിൽ കേസൊക്കെ നടന്ന സമയത്ത് വീട്ടിലെല്ലാവരും വല്ലാതെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായി നിൽക്കുന്ന ഏട്ടന് വല്ലാത്ത അപമാനം തന്നെയായിരുന്നു. കൂടാതെ ഹോസ്പിറ്റലും അന്ന് സീൽ വെച്ച് പൂട്ടിയിരുന്നു. അത് ഏട്ടന് വല്ലാത്ത വിഷമമുണ്ടാക്കി. ഒരുപക്ഷെ തൻ്റെ പേരിലുണ്ടായ കേസിനേക്കാൾ കൂടുതൽ ഏട്ടനെ വിഷമിപ്പിച്ച് ആ ഒരു കാരണം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അതിന് പിന്നിൽ നടന്ന സത്യം എന്താണെന്ന് അറിയാനായി ഏട്ടൻ തുരിഞ്ഞിറങ്ങിയത്. എന്നാൽ ആ സമയത്ത് തന്നെയാണ് രേവതി ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് അന്വേഷണം സൂര്യയുടെ രാജേട്ടനെ ഏൽപ്പിച്ചുകൊണ്ട് മാറിയിരുന്നു. ശരിയല്ലേ ഏട്ടാ? രാജേശ്വരി ഗൗരവത്തോടെ ചോദിച്ചു. രാജശേഖരൻ അതേ രീതിയിൽ തലയാട്ടി കാണിച്ചു. അന്ന് രേവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ സൂര്യയുടെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു സത്യം. കേസിനെ കുറിച്ചോ ഹോസ്പിറ്റലിനെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിരുന്നില്ല. ഏട്ടന്റെ മനസ്സറിയെ രേവതി അവളുടെ വയറ്റിൽ വളർന്ന് തനിക്ക് പിറക്കാൻ പോകുന്ന തന്റെ കുഞ്ഞു എന്ന ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രേവതിയുടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് തന്നെയായിരുന്നു രാജേശ്വരി അത് പറഞ്ഞത്. ആ നിമിഷം രേവതിയുടെ കണ്ണുകൾ സൂര്യന്റെ ഓർമ്മയിൽ നിറഞ്ഞൊഴുകി. പുറത്തുനിന്ന് ഈ കാഴ്ച കണ്ട സൂര്യന്റെ കണ്ണുകൾ ഈറനായി. അന്ന് രേവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് സൂര്യന്റെ രേവതിയും വിവാഹം നടത്താനായിരുന്നു എല്ലാവർക്കും തിടുക്കം. സൂര്യേട്ടൻ തന്നെയായിരുന്നു എല്ലാത്തിനും മുൻകൈയെടുത്ത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ വിവാഹം എല്ലാം ഉറപ്പിച്ചു. എന്നാൽ വിവാഹത്തിന് ഒരാഴ്ച മുന്നെയാണ് ആ നടക്കുന്ന സത്യം എല്ലാവരും അറിയുന്നത്. ഹോസ്പിറ്റലിൽ കഞ്ചാവ് സൂക്ഷിച്ചതും അത് ദുരുപയോഗം ചെയ്തുമെല്ലാം രേവതിയുടെ അമ്മാവന്റെ മകനായ വിനയനായിരുന്നു എന്ന സത്യം. വിവാഹത്തെക്കുറിച്ചും പിറക്കാൻ പോകുന്ന തന്റെ കുഞ്ഞിനെ കുറിച്ചും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സൂര്യേട്ടന് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് രാജേട്ടനാ അന്ന് ആ സത്യം വെളിപ്പെടുത്തിയത്. ശരിയല്ലേ രാജേട്ടാ? രാജേശ്വരി ചോദിച്ചു. അയാളുടെ മനസ്സിൽ അന്നത്തെ ആ ദിവസം കടന്നു വന്നു. വിനയനാണ് ഹോസ്പിറ്റലിൽ കഞ്ചാവ് സൂക്ഷിച്ചെന്നറിഞ്ഞ നിമിഷം താനാണ് ആദ്യം സൂര്യനോട് വെളിപ്പെടുത്തിയത്. താൻ പറഞ്ഞു കേട്ടതും ആദ്യം അവനില്ലാതൊരു ഷോക്കായിരുന്നു. പിന്നെ അത് വിനയനോട് തന്നെ ചോദിക്കണമെന്ന് കരുതിയെങ്കിലും അപ്പോഴേക്കും നാടുവിട്ടെന്ന അറിവാണ് കിട്ടിയത്. പിന്നെ അവന്റെ പിന്നാലെ പോകാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല സൂര്യനും താനും ഒക്കെ. ഒന്നാമതൊരാഴ്ച കഴിഞ്ഞാൽ സൂര്യന് രേവതിയുമായുള്ള വിവാഹം നടക്കാനിരിക്കുകയാണ്. അതിനിടയിൽ ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്തുകൊണ്ടോ അവന്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. എന്നാൽ അതിന്റെ പിറ്റേന്ന് അച്ഛൻ വന്ന് പറഞ്ഞ വാർത്ത കേട്ട് ഞങ്ങൾ നടുങ്ങിപ്പോയിരുന്നു. വിനയനോടൊപ്പം രേവതിയും കൂടി ചേർന്നാണ് സൂര്യനെ ചതിച്ചെന്ന് കേട്ടപ്പോൾ ആദ്യം വിശ്വസിക്കാൻ തോന്നിയിരുന്നില്ല. കാരണം സൂര്യന്റെയും രേവതിയുടെയും പ്രണയം താൻ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. അങ്ങനെയുള്ള അവൾക്ക് ഒരിക്കലും അവനെ ചതിക്കാൻ കഴിയില്ലെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവർ നിരത്തിയ തെളിവുകളെല്ലാം രേവതിക്കെതിരായിരുന്നു. വിനയനും രേവതിയും തമ്മിൽ ആദ്യം പ്രണയത്തിലായിരുന്നു എന്നും സൂര്യന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ രേവതി വിനയനെ ഒഴിവാക്കിയതാണെന്ന കാര്യം പാർവതി കൂടി ഞങ്ങളോട് പറഞ്ഞു. അതിനെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. സ്വന്തം ചേച്ചി അനിയത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കള്ളം പറയില്ലെന്ന് എന്നെ കരുതി.
എന്നാൽ അപ്പോഴും സൂര്യന് വിശ്വാസമായിരുന്നില്ല. അവൻ വിനയനെ കണ്ടുപിടിച്ചു. അവനെ തള്ളി ചതച്ചപ്പോൾ അവനും അതേ കാര്യം തന്നെ ആവർത്തിച്ചു. തെളിവിനായി രേവതിയും വിനയും തമ്മിലുള്ള പലതരം ഫോട്ടോസും കാണിച്ചു. വിനയന്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്ന രേവതി, അവനെ ചുംബിക്കുന്ന രേവതി. അതൊക്കെ കണ്ടാൽ ഒരിക്കലും രേവതി തെറ്റുകാരില്ലെന്ന് ആരും പറയില്ലായിരുന്നു. മോർഫിംഗ് ഒന്നും പ്രചാരത്തിൽ വരാത്ത കാലമായതുകൊണ്ട് തന്നെ അതൊക്കെ സത്യമാണെന്ന് ഞങ്ങളും കരുതി. അതോടുകൂടി സൂര്യനാകെ തകർന്നു. രേവതിയെ കൊന്നുകളയാളുടെ ദേഷ്യം അവന്റെ മുഖത്ത് തെളിഞ്ഞു വന്നു. അപ്പോഴും അവളുടെ വയറ്റിൽ വരുന്ന തന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തായിരുന്നു അവന്റെ വിഷമം. അങ്ങനെയാ തനിക്ക് കുഞ്ഞിനെ മാത്രം മതി എന്നൊരു ഡിസിഷൻ അവൻ എടുത്തത്. അതിനുശേഷമായിരുന്നു അവൻ അവളുടെ വീട്ടിൽ പോയതും കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ അവളെ ഭീഷണിപ്പെടുത്തിയതൊക്കെ. അയാൾ ഓർത്തുകൊണ്ട് രാജേശ്വരിയെ നോക്കി. അവരപ്പോഴും അയാളുടെ മാറി മാറി വരുന്ന ഓരോ ഭാവങ്ങളും നോക്കി കാണുകയായിരുന്നു. ഏട്ടന്റെ മനസ്സിലിപ്പോ അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായിട്ട് കടന്നു വന്നില്ലേ? അവൾ ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു. അയാൾ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നതേയുള്ളൂ. അന്ന് നമ്മുടെ അച്ഛനമ്മാവരും അമ്മാവനും അമ്മായിയും അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരേ സ്വരത്തിൽ രേവതി തെറ്റുകാരിയാണെന്ന് പറഞ്ഞപ്പോ വിനയനും പാർവതി അവൾക്കെതിരെയുള്ള തെളിവുകൾ കാണിച്ചപ്പോ അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് രേവതിയോട് തുറന്ന് സംസാരിക്കാൻ തോന്നിയിട്ടുണ്ടോ? അവൾക്ക് പറയാനുള്ള എന്താണെന്നെങ്കിലും കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? തലകുനിച്ച് നിൽക്കുന്ന രേവതിയെ നോക്കി ഇടർച്ചയോടെ രാജേശ്വരി ചോദിച്ചു. ഒരു നിമിഷം രാജശേഖരനെയും ശ്രീദേവിയുടെയും ഉള്ളിലൂടെ ആ ചോദ്യം ഒരു മിന്നൽ പോലെ പാഞ്ഞുപോയി. എപ്പോഴെങ്കിലും രേവതിക്ക് പറയാനുള്ള തങ്ങൾ കേട്ടിരുന്നോ? അവർ ഇരുവരുടെയും മനസ്സിൽ ഒരുപോലെ ആ ചോദ്യം അലയടിച്ചു. ഇല്ല, ഒരിക്കൽ പോലും അവൾക്ക് പറയാനുള്ള കേട്ടിരുന്നില്ല. മറ്റുള്ളവർ പറഞ്ഞ മാത്രമാണ് തങ്ങൾ കേട്ടിരുന്നോ വിശ്വസിച്ചിരുന്നോ? അവർ മനസ്സിൽ പറഞ്ഞുകൊണ്ട് രേവതിയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. അപ്പോഴും അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് തലകുനിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. രാജേശ്വരിയുടെ വാക്കുകൾ കൂരം പോലെ നെഞ്ചിൽ വന്ന് തറച്ച സൂര്യൻ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ചുമലിൽ ചാരി നിന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകിയിറങ്ങി. ഇല്ല, ഒരിക്കൽ പോലും അവളോടൊന്നും ചോദിച്ചില്ല. അവൾക്ക് പറയാനുള്ളൊന്നും കേട്ടില്ല. തന്റെ കുഞ്ഞിനെ മാത്രം മതി എന്ന് അവളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു. ഓർക്കും തോറും അവന്റെ നെഞ്ച് വിങ്ങിപ്പൊട്ടുന്ന പോലെ തോന്നി. അവൻ ഇടം കൈകൊണ്ട് നെഞ്ചിൽ അമർത്തി പിടിച്ച് നിന്നു. എന്താ ഞാൻ ചോദിച്ച സത്യം തന്നെയല്ലേ? ഒരിക്കലെങ്കിലും നിങ്ങൾ അവളോട് എന്താ ഉണ്ടായതെന്ന് ചോദിച്ചിരുന്നോ? അവൾക്ക് പറയാനുള്ള എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ? ആ നിമിഷം രാജേശ്വരിയുടെ ശബ്ദത്തിൽ പതിവിലും കൂടുതൽ ഗൗരവം നിറഞ്ഞു. പക്ഷേ അതെല്ലാം സത്യം തന്നെ ആയിരുന്നില്ലേ രാജി? പിന്നെ എന്തിനു ഇവളോട് ചോദിക്കണം? പ്രതിരോധിക്കാൻ എന്ന പോലെ ശ്രീദേവി രേവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നെങ്ങനെ ഉറപ്പിക്കാൻ കഴിയായിരുന്നു ഏടത്തി? വേറൊരു ഫോട്ടോ കണ്ടുകൊണ്ട് മാത്രം അതൊക്കെ സത്യമാണെന്നുണ്ടോ? ഫോട്ടോ മാത്രമല്ലല്ലോ, വിനയനും പറഞ്ഞല്ലേ, പിന്നെ പാർവതിയും. അവളെ അവിശ്വസിക്കേണ്ടതുണ്ടോ? സ്വന്തം ചേച്ചി ഒരിക്കലും അനിയത്തെ കുറിച്ച് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീദേവി പുച്ഛത്തോടെ ചോദിച്ചു. രാജേശ്വരി അവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. സ്വന്തം ചേച്ചി ഒരിക്കലും അനിയത്തെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ പാർവതി ചേച്ചി അങ്ങനെ പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? പണത്തിന് മുകളിൽ പരുന്ത് പോലും പറക്കില്ല. ചെറുപ്പം മുതലേ ആർഭാട ജീവിതത്തോട് താല്പര്യം ഉണ്ടായിരുന്ന പാർവതി ചേച്ചിയെ നമ്മുടെ അച്ഛനും അമ്മാവനും ചേർന്ന് പണം കൊടുത്ത് വിലക്കെടുത്തു. അനിയത്തേക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിച്ച പാർവതി ചേച്ചി മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അവർ നൽകിയ ഓഫർ സ്വീകരിച്ചു. രാജേശ്വരി പറഞ്ഞു കേട്ട് എല്ലാവരും നിമിഷം ഞെട്ടിപ്പോയി. അമ്മ, തനുവിന് തന്റെ ഹൃദയം പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നി. തന്റെ അമ്മയാണോ ചിറ്റയെ ചതിച്ച്? അതുകൊണ്ടാണോ താൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടും ചിറ്റൊന്നും തന്നോട് പറയാതിരുന്നു? അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് രേവതിയുടെ മുഖത്തേക്ക് നോക്കി. അവരപ്പോഴും ആരെയും നോക്കാതെ മുഖം കാണിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. ദത്തിനും ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. രേവതി എന്ന സ്ത്രീയോടുള്ള പ്രതികാരത്തിന്റെ പേരിലായിരുന്നു താൻ തനുവിനെ ദ്രോഹിച്ച്. എന്നാൽ ഇപ്പോൾ ആർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അപ്പച്ചി പറയുന്നു. അങ്ങനെയാണെങ്കിൽ താൻ തനുവിനോട് ചെയ്തൊക്കെയും പൊറുക്കാനാവാത്ത പാപം തന്നെയാണ്. ഇത്രയും നാളും തനിക്ക് പറയാനൊരു ന്യായമുണ്ടായിരുന്നു. എന്നാൽ ഈ നിമിഷം മുതൽ അതും ഇല്ലാതാവുന്നു. അവൻ തനുവിന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൾ മറ്റാരെയും ശ്രദ്ധിക്കാതെ രേവതിയെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ശ്രീദേവിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല രാജി. നമ്മുടെ അച്ഛനും അമ്മ അവനങ്ങനെ ഒന്നും ചെയ്യില്ല. അവർക്ക് അതിന്റെ ആവശ്യം എന്താ? അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണ്ടി അവരങ്ങനെ ചെയ്യുന്നത്? രാജേശ്വരിയുടെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ ശ്രീദേവി ദേഷ്യത്തോടെ അവിടെ ഇരുതോളിലും പിടിച്ചു വിളിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് വേണ്ടിയാ അവരത്രയും വലിയൊരു പാപം ചെയ്തു കൂട്ടിയത്? ശ്രീദേവിയുടെ ചോദ്യത്തിന് രാജേശ്വരി ഒരു അലർച്ചയോടെ മറുപടി പറഞ്ഞു നിർത്തിയത് അവിടെ നിന്ന് ഓരോരുത്തരും ഞെട്ടലോടെ. അതിനേക്കാൾ ഉപരി അവരുടെ വാക്കുകളൊന്നും വിശ്വസിക്കാനാവാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഒരു നിമിഷം ചുറ്റിനും പരന്ന നിശബ്ദതയെ തനു പകപ്പോടെ നോക്കി നിന്നു. രാജേശ്വരിയുടെ വെളിപ്പെടുത്തലിൽ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു മനക്കിലെ ഓരോരുത്തരും. രാജി മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? നമ്മുടെ അച്ഛൻ അങ്ങനെയൊന്നും. രാജശേഖരൻ അപ്പോഴും വിശ്വാസം വരാത്ത പോലെ അവരോട് എന്തോ പറയാൻ തുടങ്ങിയതും അവരതിനെ അനുവദിക്കാതെ അവന്റെ നേരെ കൈ ഉയർത്തി കാണിച്ചു. ഞാൻ നേരിട്ട് കണ്ടതിനേക്കാളും അവരെന്നോട് നേരിട്ട് പറഞ്ഞതിനേക്കാളും തെളിവുകളൊന്നും വേറെ വേണ്ടല്ലോ ഏട്ടാ. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞതും രാജശേഖരൻ എന്തു പറയണമെന്നറിയാതെ അവൾ തന്നെ നോക്കി നിന്നു. രാജശേഖരൻ മാത്രമല്ല, അവിടെ നിന്ന് ഓരോരുത്തരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. എനിക്ക് മാത്രമേ അറിയൂ. ഈ 22 വർഷമായിട്ട് എന്റെ മനസ്സിൽ കിടന്നീർന്ന സത്യങ്ങൾ അവർ പറഞ്ഞു തുടങ്ങിയായിരുന്നു. അവർ കണ്ടും കേട്ടും അറിഞ്ഞ മനക്കലെ ഗോവിന്ദവർമ്മയുടെയും സൂര്യമംഗലത്ത് നാരായണവർമ്മയുടെയും ചതിയുടെ കഥ. അന്ന് രേവതിയും സൂര്യേട്ടനും നമ്മൾ പിരിഞ്ഞ ശേഷം തകർന്നിരിക്കുന്ന സൂര്യേട്ടനെയാണ് സൂര്യമംഗലത്തുള്ളവരും മനക്കിലുള്ളവരും കാണുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ നേരാവണ്ണം ഭക്ഷണം കഴിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല.
ജയിലിൽ നിന്ന് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും സൂര്യേട്ടൻ മാറിക്കൊണ്ടിരുന്നു. അന്നത്തെ സൂര്യന്റെ അവസ്ഥ നിങ്ങളും കണ്ടല്ലേ? ആൾ രാജശേഖരനോട് ശ്രീദേവിയോടുമായി ചോദിച്ചു. അവർ രണ്ടുപേരുടെയും മനസ്സിൽ സൂര്യന്റെ മുഖം കടന്നു വന്നു. ആകെ തകർന്നുകൊണ്ടുള്ള സൂര്യന്റെ ഇരിപ്പ്. സത്യത്തിൽ അവന്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് രേവതിയോട് തങ്ങൾ അത്രയധികം ദേഷ്യം തോന്നിയത്. അവർ ഓർത്തുകൊണ്ട് അവൾ ബാക്കി പറയുന്നത് എന്താണെന്ന് അറിയാനായി അവളെ ശ്രദ്ധിച്ചു നിന്നു. അതിനിടെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വിവാഹം നടത്തണമെന്ന് അമ്മാവ് വാശി പിടിച്ചു. വധുവിന്റെ സ്ഥാനത്ത് രേവതിക്ക് പകരം രാജേശ്വരി. അത് പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ തെളിഞ്ഞ പൂച്ചച്ചിരി അവരിരുവരും കണ്ടിരുന്നു. രേവതി കണ്ണുകൾ മുറുക്കി അടച്ച് മുഷ്ടിയുരുട്ടി നിന്നു. താനും കേട്ടിരുന്നു ആ വാർത്ത. പക്ഷെ പ്രതികരിക്കാൻ പോയില്ല. അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചു പോയവനോട് എന്ത് പറയാനാണ്? രേവതി പുച്ഛത്തോട് ഓർത്തു. അപ്പോഴേക്കും രാജേശ്വരി വീണ്ടും പറഞ്ഞു തുടങ്ങിയിരുന്നു. ഒരിക്കൽ പ്രാണം കൊടുത്ത് സ്നേഹിച്ച ഒരു പുരുഷൻ എന്തോ വിധി പോലെ എനിക്ക് തന്നെ സ്വന്തമാകുമെന്ന് ഓർത്തു. എന്തുകൊണ്ടോ ആ സമയം ഞാനൊരല്പം സ്വാർത്ഥയായി പോയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കാൻ ഞാൻ സമ്മതം മൂടിയത്. പക്ഷെ അന്ന് വൈകിട്ട് സൂര്യേട്ടനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച എത്ര വലിയ തെറ്റായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത്. ആളുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി. മുറിയിലെ നിലക്കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു രാജേശ്വരി. എന്തുകൊണ്ടോ അതിൽ കാണുന്ന പ്രതിരൂപത്തിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി. ചിലപ്പോൾ മനസ്സിന്റെ സന്തോഷം മുഖത്ത് പ്രകടമാകുന്നതുകൊണ്ടായിരിക്കും അവൾ കണ്ണാടിയിലൂടെ കാണുന്ന തന്റെ പ്രതിരൂപത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ദിവസങ്ങൾക്കകം സൂര്യനാരായണന്റെ പേരുകുത്തിയ താലി തന്റെ കഴുത്തിൽ വീഴുമെന്ന ഓർമ്മയിൽ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ താൻ പ്രാണനെ പോലെ സ്നേഹിച്ച തന്റെ സൂര്യേട്ടൻ തനിക്ക് തന്നെ സ്വന്തമാകുന്നെന്ന സന്തോഷത്തിൽ അവൾ വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. സൂര്യനും താനും മാത്രമുള്ള ഒരു കൊച്ചു കുടുംബം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ ഓർമ്മയിൽ പോലും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പെട്ടെന്നാണ് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും കട്ടിളപ്പടിയിൽ ഇരു കൈകളും താങ്ങിയതുകൊണ്ട് തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന സൂര്യനെ കണ്ട് അവൾ പകച്ചുപോയി. എന്താ സൂര്യേട്ടാ? അവന്റെ രൂക്ഷമായ നോട്ടം കണ്ടതും അവൾ പതർച്ചയോടെ ചോദിച്ചു. നിനക്കെന്നെ കെട്ടണോ? യാതൊരു മുഖവുരയും കൂടാതെയുള്ള അവന്റെ ആ ചോദ്യത്തിൽ അവൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിന്നു. സൂര്യേട്ടാ ചോദിച്ചു കേട്ടില്ലേടി, നിനക്കെന്നെ കെട്ടണോന്ന്? അവൾ കുറച്ചുകൂടി ഉച്ചത്തിൽ ചോദിച്ചു. അവൾ പേടിയോടെ അവനെ നോക്കിക്കൊണ്ട് നിന്നു. ഒരു പെണ്ണിന് മനസ്സും ശരീരവും കൊടുത്ത ഒരു കുഞ്ഞിന്റെ അച്ഛനായ എന്നെ തന്നെ വേണോടി നിനക്ക് ഭർത്താവായിട്ട്? ഒരു നിമിഷം അവന്റെ ആ ചോദ്യം അവളുടെ നെഞ്ചിൽ ചാട്ടുളി പോലെയാണ് വന്നു വീണത്. സൂര്യേട്ടാ ഞാൻ... അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ ചുണ്ടിന് കുറുകെ ചൂണ്ടുകളിച്ചുകൊണ്ട് അവളോട് മിണ്ടരുതെന്ന് പറഞ്ഞു. കല്യാണം ആലോചിക്കുമ്പോഴും കെട്ടാൻ തയ്യാറായി നിൽക്കുമ്പോഴൊക്കെ നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട്. എന്റെ കുഞ്ഞ് മാസങ്ങൾക്കകം അവൻ അല്ലെങ്കിൽ അവൾ ഈ ഭൂമിയിൽ പിറന്നു വീഴും. രേവതിയെ ഞാൻ ഉപേക്ഷിച്ചെങ്കിലും എന്റെ കുഞ്ഞിനെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ആ രൂക്ഷമായ സ്വരത്തിൽ പറഞ്ഞതും രാജേശ്വരി എന്തു പറയണമെന്നറിയാതെ മുഖം കുനിച്ച് നിന്നു. ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ എന്റെ കുഞ്ഞു മാത്രം മതി. എന്റെ കുഞ്ഞിനു വേണ്ടി മാത്രമാ ഇനിയുള്ള എന്റെ ജീവിതം. അതിനൊരു തടസ്സമായിട്ട് നീ എന്റെ മുന്നിലേക്ക് വരരുത് രാജി, എന്റെ അപേക്ഷയാ. അവനവിടെ മുമ്പിൽ നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ ആ കണ്ണുനീർ കാണാനോ അവളെ ആശ്വസിപ്പിക്കാനോ ഒന്നും അവന് കഴിയില്ലായിരുന്നു. അവളെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൻ പടികളിറങ്ങി വേഗം താഴേക്ക് പോയി. ഒരു നിമിഷം അവൻ പോയ വഴിയെ നോക്കിയതിനു ശേഷം വീണ്ടും അവൾ കണ്ണാടിയുടെ മുമ്പിലേക്ക് ചെന്ന് നിന്നു. ഇപ്പോൾ അതിൽ കാണുന്ന പ്രതിരൂപത്തിന് വല്ലാത്ത ഒരു വിരൂപതയുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി. ശരിയാണ്, മനസ്സിന്റെ സന്തോഷം കെട്ടടങ്ങിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സൗന്ദര്യം മാറി ഇപ്പോൾ അവിടെ വിരൂപത നിറഞ്ഞു. അവൾ കണ്ണുകളൊന്ന് മുറുക്കി അടച്ചു തുറന്നുകൊണ്ട് തിരിഞ്ഞ് ബെഡിലേക്ക് പോയിരുന്നു. ഒരു നിമിഷം ആഗ്രഹിക്കുന്നൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും തന്നെ തോൽപ്പിക്കുന്ന വിധിയോർത്ത് അവൾക്ക് പുച്ഛം തോന്നി. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ജന്മം നീ എനിക്ക് തന്ന്? ഇങ്ങനെ ഓരോ നിമിഷം ഒരുക്കി ജീവിക്കാനോ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബെഡിന്റെ അഡ്രസ്സിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. പിറ്റേ തന്നെ എനിക്ക് വിവാഹത്തിന് സമ്മതമില്ലെന്ന് ഞാൻ അച്ഛനെ അറിയിച്ചു. അതിന്റെ പേരിൽ അച്ഛൻ എന്നെ ഒരുപാട് വഴക്കുറഞ്ഞെങ്കിലും ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അച്ഛൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെന്ന് മനസ്സിലായതും അച്ഛൻ അമ്മാവനെയും കൂട്ടി വന്നു. അമ്മാവനോട് ഞാൻ എന്റെ തീരുമാനം തന്നെ വ്യക്തമാക്കി. എന്തൊക്കെ വന്നാലും മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ച ഒരു ദിവസമെങ്കിലും അവളോടൊപ്പം കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ അച്ഛനായ സൂര്യനെ തനിക്ക് വേണ്ടെന്ന് തീർത്തു പറഞ്ഞു. അതോടുകൂടി അവർ രണ്ടുപേരും നടങ്ങി. എന്നാൽ അത് വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയായിരുന്നെന്ന് ആ നിമിഷം ഞാൻ അറിഞ്ഞിരുന്നില്ല. ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. രേവതിയുടെ കാര്യങ്ങളൊന്നിലും സൂര്യട്ട് ഇടപെട്ടില്ലെങ്കിലും കുഞ്ഞിന് വേണ്ടതെല്ലാം അവൻ തന്നെ ചെയ്തു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. രേവതിക്ക് 9ാം മാസം തുടങ്ങിയ സമയം. പാർവതി ചേച്ചിക്ക് പ്രസവവേദന എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന വിവരം അറിഞ്ഞുകൊണ്ടാണ് സൂര്യേട്ടൻ ആ രാത്രിയിൽ തന്നെ രേവതിയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയത്. അന്ന് എന്തോ ആവശ്യത്തിനായി ഞാൻ സൂര്യമംഗലത്തുണ്ടായിരുന്നുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം പോയത്. അദ്ദേഹം പോയി മണിക്കൂറുകൾ കഴിഞ്ഞതും രേവതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന വാർത്ത സൂര്യമംഗലത്തെ തേടിയെത്തി. കേട്ടപ്പോ സന്തോഷമാണോ ആഹ്ലാദാണോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ എന്നിൽ അലയടിക്കാൻ തുടങ്ങി. ആ സന്തോഷ വാർത്ത അറിയിക്കാനായി അച്ഛന്റെ അമ്മാവിന്റെ അരികിലേക്ക് ഓടിയെത്തിന്റെ കാതുകളിലേക്ക് തുളഞ്ഞു കയറിയത് സൂര്യേട്ടന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞെന്ന അമ്മാവിന്റെ വാക്കുകളായിരുന്നു. കണ്ണീരോട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ വാക്കുകൾ അവിടെ നിന്ന് ഓരോരുത്തരും ഒരു നടുക്കം സൃഷ്ടിച്ചിരുന്നു. രേവതി കേട്ട വാർത്തയുടെ ആഘാതത്തിൽ തറഞ്ഞിന്ന് പോയി. എന്റെ കുഞ്ഞ് അവളുടെ ഉള്ളം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. തനിയൊരു ആശ്രയത്തിനെന്ന പോലെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിന്നു.
ആ നിമിഷം രാജേശ്വരിയുടെ ഓർമ്മകൾ വീണ്ടും അന്നത്തെ ആ രാത്രിയിലേക്ക് കടന്നുപോയി. രാത്രി കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് രാജേശ്വരി പുറത്തേക്ക് ഇറങ്ങി ചെന്ന് വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന നാരായണ ഓർമ്മയെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. ആ അമ്മാവനെന്ത് ഈ നേരത്ത്? അയാളെ കണ്ടത് അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. ഞാൻ ഗോവിന്ദനെ ഒന്ന് കാണാമെന്നാ മോളെ. അവനില്ലേ എവിടെ? ഉണ്ടമ്മാവ, മുറിയില്ല. ഏട്ടനെ അടുത്തി അമ്മയും കൂടെ അമ്മ വീട്ടിലേക്ക് പോയതുകൊണ്ട് അച്ഛൻ നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നു. അതിനയാളൊന്ന് മൂളിക്കൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി. ആ സമയത്ത് അയാളുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമവും ടെൻഷനൊക്കെ ഉള്ള പോലെ അവൾക്ക് തോന്നിയിരുന്നു. എങ്കിലും അവൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ നിന്നില്ല. അയാൾ മുകളിലേക്ക് കയറിപ്പോയതും അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വാതിലടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആരോ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വരുന്നത് കണ്ടത്. അവൾ സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതും സൂര്യന്റെ ഡ്രൈവർ പ്രസാദായിരുന്നത്. എന്താ പ്രസാദേട്ടാ, എന്താ ഈ സമയത്ത് ഇവിടെ? ആ കുഞ്ഞെ, സൂര്യകുഞ്ഞിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടോ? ആ ഉണ്ടല്ലോ, ഇപ്പൊ അച്ഛനെ കാണാനായിട്ട് മുകളിലേക്ക് കയറിപ്പോയതേ ഉള്ളൂ. എന്താ പ്രസാദേട്ടാ? അത് കുഞ്ഞെ, ആ രേവതി കുഞ്ഞില്ലേ, സൂര്യകുഞ്ഞിന്റെ ആ കുട്ടി പ്രസവിച്ചു. പെൺകുഞ്ഞ. സൂര്യകുഞ്ഞ് ഇവർ അദ്ദേഹത്തിന്റെ അച്ഛനെ അറിയിക്കാനോട് പറഞ്ഞിരുന്നു. പ്രസാദ് പറഞ്ഞ കാര്യം കേട്ട് ഒരു നിമിഷം അവളുടെ മുഖത്തൊരു ഞെട്ടലുളവായി. പതിയെ അവിടെ സന്തോഷം നിറഞ്ഞു. ആണോ, സന്തോഷ വാർത്തയാണോ പ്രസാദേട്ടാ? ആൾ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. കുഞ്ഞൊന്ന് അദ്ദേഹത്തിനോട് പറയാമോ? എനിക്ക് ഹോസ്പിറ്റലിലേക്ക് തിരികെ പോകണം. എന്തൊക്കെയോ വാങ്ങാൻ സൂര്യകുഞ്ഞിനെ ഏൽപ്പിച്ചിരിക്കുക. അയെന്തേട്ടാ, ഞാൻ പറഞ്ഞോളാം. ആൾ പറഞ്ഞു കഴിഞ്ഞതും അയാൾ അവളോട് യാത്ര പറഞ്ഞോട് തിരിഞ്ഞടന്നു. രാജേശ്വരിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ആ സന്തോഷ വാർത്ത അച്ഛനെയും അമ്മാവനെ അറിയിക്കാനായി അവൾ വേഗം മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. അടച്ചിട്ട മുറിയുടെ വാതിൽക്കൽ ചെന്ന് അദ്ദേഹത്തെ വിളിക്കാനായി കൈകൾ ഉയർത്തിയതും അകത്തുനിന്നുള്ള വാക്കുകൾ കേട്ട് അവൾ ഒരു നിമിഷം നടുങ്ങിപ്പോയി. ഇല്ല ഗോവിന്ദ, അവനിപ്പോ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാവും. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സൂര്യന്റെ രക്തത്തിൽ ആ പിഴച്ചവട വയറ്റിൽ പിറന്ന ആ കുഞ്ഞ് ഈ ലോകത്തു നിന്ന് തന്നെ ഇല്ലാതായി എന്ന വാർത്ത നമുക്ക് കേൾക്കാം. ഒരു നിമിഷം നാരായണന്റെ നാവിൽ നിന്ന് കേട്ട വാക്കിൽ കേട്ട് അവൾ തറഞ്ഞു നിന്നുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.